ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും സംബന്ധിച്ച ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ ഒരു റെഫ്രിജറേറ്ററിന്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഇവയ്ക്കെല്ലാം പ്രാപ്തരാകും. ഒരു പുതിയ റെഫ്രിജറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, റെഫ്രിജറേറ്റർ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നത്, ടെസ്റ്റ് ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ തയ്യാറാക്കി വയ്ക്കുക, റെഫ്രിജറേറ്ററിൽ പെർഫോമൻസ് ടെസ്റ്റ് നടത്തുമ്പോൾ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുക, ഒരു റെഫ്രിജറേറ്ററിന്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുക. ഒരു റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തനം പരിശോധിക്കുന്നതിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ടൂളുകളും എക്യുപ്മെന്റുകളും കൺസ്യൂമബിളുകളും: മാനിഫോൾഡ് ഗോജ് സെറ്റ്, വാക്യൂം പമ്പ്, ലീക്ക് ഡിറ്റക്ഷൻ ടൂൾസ്, STEM or digital type thermometer with a range of -5 degrees Celsius to +50 degrees Celsius, clamp meter with a range of 0 amps to 30 amps, screwdrivers, pliers, nut drivers, brazing torch or soldering iron, condenser and evaporator coil, cleaning brushes, service manuals and guides, safety goggles, gloves, insulated tools to protect against electrical hazards, domestic refrigerator, clean cloth or sponge, spirit level. ഇനി റെഫ്രിജറേറ്ററിന്റെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നോക്കാം. ഒരു പുതിയ റെഫ്രിജറേറ്റർ സ്ഥാപിക്കുക. റെഫ്രിജറേറ്റർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലം തിരിച്ചറിയുക. ഇൻസ്റ്റലേഷൻ ഏരിയയിൽ മതിയായ വായു സഞ്ചാരവും വെന്റിലേഷനുമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇൻസ്റ്റലേഷൻ പ്രക്രിയയ്ക്കായി എല്ലാ ആവശ്യ ഉപകരണങ്ങളും തയ്യാറാക്കി എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്ന അവസ്ഥയിലാണെന്ന് ഉറപ്പുവരുത്തുക. നിയുക്ത മുറിയിൽ ഇലക്ട്രിക്കൽ പവർ പോയിന്റുകളുടെ ലഭ്യത പരിശോധിക്കുക. വോൾട്ടേജ് അളക്കുകയും ഇലക്ട്രിക്കൽ പവർ പോയിന്റുകൾക്ക് ശരിയായ എർത്തിംഗ് ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ഇൻസ്റ്റലേഷൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുൻപ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതുണ്ട്. പുതിയ റെഫ്രിജറേറ്റർ യൂണിറ്റ് അൺബോക്സ് ചെയ്യുക. എല്ലാ പാക്കിംഗ് മെറ്റീരിയലുകളും നീക്കം ചെയ്യുക. ദൃശ്യമായ ഫിസിക്കൽ ഡാമേജസ് ഉണ്ടോ എന്ന് റെഫ്രിജറേറ്റർ പരിശോധിക്കുക. ശ്രദ്ധാപൂർവം റെഫ്രിജറേറ്റർ ഒരു പരന്ന ഉപരിതലത്തിൽ നിവർത്തി വയ്ക്കുക. ഇൻസ്റ്റലേഷൻ ഫ്ലോർ സ്റ്റേബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. റെഫ്രിജറേറ്റർ യൂണിറ്റിന്റെ മതിലിനും പിൻഭാഗത്തിനുമിടയിൽ, പ്രത്യേകിച്ച് എക്സ്റ്റേണൽ കണ്ടൻസർ ടൈപ്പ് റെഫ്രിജറേറ്ററുകൾക്ക്, കുറഞ്ഞത് 1 അടിയെങ്കിലും അകലം പാലിക്കുക. അനുയോജ്യമായ വോൾട്ടേജ് സ്റ്റെബിലൈസർ വഴി വൈദ്യുതി കണക്ഷൻ സ്ഥാപിക്കുക. റെഫ്രിജറേറ്റർ യൂണിറ്റ് ആരംഭിക്കുക. ദൃശ്യമായ നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കാൻ റെഫ്രിജറേറ്ററിന്റെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കോമ്പണന്റ്സ് പരിശോധിക്കുക. റെഫ്രിജറേറ്റർ യൂണിറ്റിൽ എന്തെങ്കിലും ആന്തരിക ക്രമീകരണങ്ങളോ അറ്റകുറ്റപ്പണികളോ നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. ആന്തരികാവസ്ഥ വിലയിരുത്താൻ റെഫ്രിജറേറ്ററിന്റെ വാതിലുകൾ തുറക്കുക. ഇന്റീരിയർ വൃത്തിയുള്ളതും വരണ്ടതുമാണെന്ന് ഉറപ്പാക്കുക. റെഫ്രിജറേറ്ററിന്റെ വാതിലുകൾ 2 മിനിറ്റ് തുറന്നിടുക. ക്യാബിനറ്റ് വായു ശുദ്ധമായ അന്തരീക്ഷ വായു ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യണം. ഓപ്റ്റിമൽ പെർഫോമൻസ് ഉറപ്പാക്കുന്നതിന് ഏതെങ്കിലും അയഞ്ഞ ഇന്റേണൽ കോമ്പണന്റ്സ് ഉണ്ടെങ്കിൽ ശരിയാക്കുക. റെഫ്രിജറേറ്ററുകൾക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത പ്രശസ്തമായ സ്റ്റെബിലൈസർ ഉപയോഗിക്കുക. സ്റ്റെബിലൈസർ കണക്ട് ചെയ്യുന്നതിന് മുൻപ് അത് പ്രവർത്തിക്കുന്ന അവസ്ഥയിലാണെന്ന് ഉറപ്പാക്കുക. റെക്കമെൻഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവലിനായി സ്റ്റെബിലൈസറിലെ വോൾട്ടേജ് അളക്കുക. റെഫ്രിജറേറ്റർ യൂണിറ്റ് കണക്ട് ചെയ്യുന്നതിന് മുൻപ് സ്റ്റെബിലൈസർ ഓഫ് ആണെന്ന് ഉറപ്പാക്കുക. റെഫ്രിജറേറ്റർ യൂണിറ്റിന്റെ 3-പിൻ പ്ലഗ് സ്റ്റെബിലൈസറിന്റെ നിയുക്ത ഔട്ട്പുട്ട് സോക്കറ്റിലേക്ക് ശ്രദ്ധാപൂർവം ഇൻസേർട്ട് ചെയ്യുക. സ്റ്റെബിലൈസർ ഓൺ ആക്കുക. സ്റ്റെബിലൈസറിൽ ടൈം ഡിലേ മെക്കാനിസം ഉണ്ടെങ്കിൽ
റെഫ്രിജറേറ്റർ യൂണിറ്റ് അതിന്റെ ഓപ്പറേഷണൽ സൈക്കിൾ ആരംഭിക്കുന്നതിന് മുൻപ് ഏകദേശം 3 മിനിറ്റ് ക്ഷമയോടെ കാത്തിരിക്കുക. ഓൺ ചെയ്തു കഴിഞ്ഞാൽ 30 മുതൽ 35 ഡെസിബൽ വരെ നേരിയ ശബ്ദത്തിനായി ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. ഇത് കംപ്രസർ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് സൂചിപ്പിക്കുന്നു. കംപ്രസറിന്റെ പ്രവർത്തന സമയത്ത് അതിന്റെ വോൾട്ടേജും കറന്റ് ഉപഭോഗവും വിലയിരുത്തുക. ഓപ്റ്റിമൽ പ്രകടനവും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിന് താപനില ശാരീരികമായി മനസ്സിലാക്കി റെഫ്രിജറേറ്റർ യൂണിറ്റിന്റെ സക്ഷൻ, ഡിസ്ചാർജ് താപനില പരിശോധിക്കുക. ഇനി നമുക്ക് റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തനം ടെസ്റ്റ് ചെയ്യാനുള്ള പ്രക്രിയ നോക്കാം. റെഫ്രിജറേറ്റർ യൂണിറ്റിന്റെ പ്രവർത്തനം പരിശോധിക്കുന്നു. ഇലക്ട്രിക്കൽ കണക്ഷനുകളും സ്റ്റെബിലൈസറും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ റെഫ്രിജറേറ്റർ യൂണിറ്റിന്റെ പ്രവർത്തനം പരിശോധിക്കുക. ടെസ്റ്റുകൾ നടത്താനായി ആവശ്യമുള്ള എല്ലാ ടെസ്റ്റിംഗ് ടൂളുകളും നിങ്ങളുടെ പക്കലുണ്ടെന്ന് എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തുക. താപനില അളക്കുന്നതിന് -5 ഡിഗ്രി സെൽഷ്യസും +50 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ഒരു സ്റ്റെം അല്ലെങ്കിൽ ഡിജിറ്റൽ ടൈപ്പ് തെർമോമീറ്റർ ഉപയോഗിക്കുക. ടെസ്റ്റുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തെർമോമീറ്ററിന്റെ പ്രവർത്തനക്ഷമതയും കൃത്യതയും പരിശോധിക്കുക. റൂം ടെമ്പറേച്ചറിൽ തെർമോമീറ്റർ ഉപയോഗിച്ച് അതിന്റെ കൃത്യത ഉറപ്പാക്കാൻ ഒരു ചെറിയ ടെസ്റ്റ് നടത്തുക. കൂളിംഗ് പ്രക്രിയയിൽ കറന്റ് കൺസംഷൻ അളക്കാൻ 0 ആംപ്സ് മുതൽ 30 ആംപ്സ് വരെയുള്ള ഒരു ക്ലാമ്പ് മീറ്റർ ഉപയോഗിക്കുക. പെർഫോമൻസ് ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ക്ലാമ്പ് മീറ്ററിന്റെ പ്രവർത്തന നിലയും കൃത്യതയും സ്ഥിരീകരിക്കുക. തുടർന്നുള്ള ഘട്ടങ്ങൾ ചെയ്ത് നമുക്ക് പെർഫോമൻസ് ടെസ്റ്റ് നടത്താം. ഇവാലുവേഷനു വേണ്ടി റെഫ്രിജറേറ്റർ യൂണിറ്റിന്റെ ഫ്രീസർ കമ്പാർട്ട്മെന്റ് തുറക്കുക. ചോർച്ചയുടെയോ കേടുപാടുകളുടെയോ ലക്ഷണങ്ങൾക്കായി ഐസ് ട്രേ യൂണിറ്റ് പരിശോധിക്കുക. ഐസ് ട്രേയിൽ വെള്ളം നിറച്ച് ചോർച്ചയുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഐസ് ട്രേ ചോർച്ചയില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തുക. ഐസ് ട്രേയിൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം നിറയ്ക്കുക. നിറച്ച ഐസ് ട്രേ റെഫ്രിജറേറ്റർ യൂണിറ്റിന്റെ ഫ്രീസർ കമ്പാർട്ട്മെന്റിനുള്ളിൽ വയ്ക്കുക. കംപ്രസർ പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് റെഫ്രിജറേറ്റർ യൂണിറ്റ് കുറച്ചു സമയത്തേക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുക. റെഫ്രിജറേറ്റർ ക്യാബിനറ്റിലേക്ക് തെർമോമീറ്റർ വയ്ക്കുക. ഉള്ളിലെ താപനിലയുടെ റീഡിംഗുകൾ രേഖപ്പെടുത്തുക. ഫ്രീസർ കമ്പാർട്ട്മെന്റിനുള്ളിൽ തെർമോമീറ്റർ സ്ഥാപിച്ച് താപനില അളക്കൽ പ്രക്രിയ ആവർത്തിക്കുകയും റീഡിംഗുകൾ അളക്കുകയും ചെയ്യുക. റെഫ്രിജറേറ്റർ ഫ്രീസർ കമ്പാർട്ട്മെന്റിനുള്ളിൽ താപനില കുറയുന്നതിന്റെ നിരക്ക് വിലയിരുത്തി രേഖപ്പെടുത്തുക. ട്രേക്കുള്ളിൽ ഐസ് രൂപപ്പെടുന്നതിന് ആവശ്യമായ സമയം നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. കംപ്രസറിന്റെ കട്ട് ഓഫ് ടൈമും താപനിലയും രേഖപ്പെടുത്തുക. കംപ്രസറിന്റെ കട്ടിൻ താപനിലയും അത് ആക്റ്റീവ് ആക്കാൻ എടുക്കുന്ന സമയവും ശ്രദ്ധിക്കുക. ഓപ്റ്റിമൽ പെർഫോമൻസിനായി റെഫ്രിജറേറ്റർ ക്യാബിനറ്റ് 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുക. ട്രേക്കുള്ളിലെ ഐസ് രൂപീകരണം പരിശോധിച്ച് നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക. മികച്ച വ്യക്തതയ്ക്കും ധാരണയ്ക്കും എല്ലാ കണ്ടെത്തലുകളും രേഖപ്പെടുത്തുകയും റെഫ്രിജറേറ്ററിന്റെ യൂസർ മാനുവലുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുക. പെർഫോമൻസ് ടെസ്റ്റിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ അധിക മൂല്യനിർണ്ണയത്തിനായി റെഫ്രിജറേറ്റർ യൂണിറ്റ് സാധാരണ അവസ്ഥയിൽ കുറച്ച് സമയത്തേക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുക. പ്രവർത്തന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് റെഫ്രിജറേറ്റർ യൂണിറ്റ് നിരീക്ഷിക്കുക. പവർ കണക്ഷൻ സുരക്ഷിതമായി സ്വിച്ച് ഓഫ് ചെയ്ത് എല്ലാ ഘടകങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ടെസ്റ്റിംഗ് പ്രക്രിയ അവസാനിപ്പിക്കുക. റീക്യാപ്പ്: ഈ ടോപ്പിക്കിൽ നമ്മൾ താഴെ പറയുന്നവ മനസ്സിലാക്കി. ഒരു പുതിയ റെഫ്രിജറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, റെഫ്രിജറേറ്റർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പരിശോധനയ്ക്കാവശ്യമായ ഉപകരണങ്ങൾ തയ്യാറാക്കി വെക്കുന്നത്, റെഫ്രിജറേറ്ററിന്റെ പെർഫോമൻസ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സുരക്ഷാ നടപടികൾ പാലിക്കുന്നത്, റെഫ്രിജറേറ്റർ യൂണിറ്റിന്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. റെഫ്രിജറേറ്ററിന്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്ന പ്രക്രിയ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ബൈ.